കൃത്യമായുള്ള ഒരു പ്രവചനം നമുക്ക് നടത്താൻ സാധിച്ചു എന്നുള്ളതിൻ്റെ ഒരു വിജയമാണ്. കാരണം ഇന്ത്യൻ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു വിജയമാണത്. കൃത്യമായ പ്രവചനങ്ങൾ സൈക്ലോണിൻ്റെ കാര്യത്തിലും മറ്റു കാര്യങ്ങളിലൊക്കെ അവരിപ്പോൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ആ പ്രവചിച്ച പോലെ തന്നെയുള്ള ആ സൈക്ലോണിൻ്റെ ആഘാതം ഇപ്പോൾ ലാൻഡ്ഫോൾ നമുക്ക് ഉദ്ദേശിച്ച സ്ഥലത്ത് തന്നെ വരുന്നുണ്ട്. ആ തീവ്രതാ വർധനവും ആ രീതിയിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ്, അല്ലെങ്കിൽ തീവ്രതയിൽ കുറവും അവർ പറഞ്ഞ രീതിയിൽ തന്നെ ഉണ്ടാകും എന്നാണ് നമുക്ക് കരുതേണ്ടത്. ഇപ്പോൾ ശ്രീ രാജഗോപാൽ ഒരു വിവരം കൂടി നൽകിക്കോട്ടെ. വർദ്ധ ശ്രീഹരിക്കോട്ടയ്ക്കും ചെന്നൈക്കും ഇടയിലായി നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ഏറ്റവും പുതുതായി നമുക്ക് നൽകാൻ പറ്റുന്ന ഒരു വിവരം. ശ്രീ രാജഗോപാൽ കമ്പത്ത്, അതിപ്പോൾ വടക്കോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ആന്ധ്രാപ്രദേശിൻ്റെ തീരത്തേക്ക് നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ പോവുകയാണ്. വളരെയധികം കാർഷിക വൃത്തി ആശ്രയിച്ച് കഴിയുന്ന അനേകം ആളുകൾ അവിടെയുണ്ട്. 10,000-കണക്കിന് ആളുകളുണ്ട്. അതുതന്നെയാണ് തീർച്ചയായിട്ടും സാമ്പത്തികമായി അവരെ ദശകങ്ങൾ പിന്നോട്ടടിക്കാനായിട്ടുള്ള ചാൻസ് ഇതുമൂലം ഉണ്ടാകുന്നുണ്ട്. തുടർച്ചയായിട്ട് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ എല്ലാ വർഷവും ഇതേപോലുള്ള സംഭവങ്ങൾ ആ തീരപ്രദേശത്ത്, പ്രത്യേകിച്ച് ബേ ഓഫ് ബംഗാളിലെ തീരപ്രദേശത്ത് തുടർച്ചയായിട്ടുണ്ടാകുന്നുണ്ട്. കഴിഞ്ഞ എത്രയോ കാലങ്ങളായിട്ട് വെസ്റ്റ് ബംഗാൾ, ഒറീസ, ആന്ധ്രാപ്രദേശ്, ചെന്നൈ, അത് ഈവൻ ധനുഷ്കോടി എന്ന് പറയുന്ന സ്ഥലം ഇല്ലാതായത് ഈ ഇത്തരത്തിലുള്ള ഒരു സൈക്ലോണിലാണ്. 1970-കളുടെ തുടക്കത്തിലായിരുന്നു അത്. അപ്പോൾ അത്തരത്തിലുള്ള വലിയ പ്രതിഭാസങ്ങൾ ബംഗാൾ ഉൾക്കടലിൻ്റെ ഒരു പ്രധാന സവിശേഷതയാണ്. ആ ഭൂപ്രകൃതിയുടെ നിലനിൽപ്പ് തന്നെ, ആ ഭൂപ്രകൃതിയാണ് ഇതിന് കാരണമായിട്ട് വരുന്നത്. ആ ഉൾക്കടൽ പ്രദേശമാണ് ഇതിനൊരു കാരണമായിട്ട് വരുന്നത്. ഇപ്പോൾ നമുക്കറിയാം, ആൻഡമാനിൽ വളരെ വലിയ പ്രശ്നങ്ങളുണ്ടായി. അവിടെ ചില ദ്വീപ സമൂഹങ്ങളിലൊക്കെ ആളുകൾ അകപ്പെടുകയൊക്കെ ചെയ്തു. ഈവൻ അതുപോലുള്ള സംഭവങ്ങൾ, ഒറ്റപ്പെടുന്ന സംഭവങ്ങൾ ഈവൻ ലാൻഡ് മാസിൽ പോലും ഉണ്ടാകും. ഈ മെയിൻലാൻഡിൽ പോലും ഉണ്ടാകാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് ഇത്തരത്തിലുള്ള വലിയ പ്രതിഭാസങ്ങൾ മൂലം. കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് തന്നെ പലയിടങ്ങളിലും, ചെന്നൈയുടെ പലയിടങ്ങളിലും ഒറ്റപ്പെടുകയും ഒക്കെ ചെയ്തു. അവിടെ ആഹാരം എത്തിക്കാനായിട്ട് വളരെയധികം പ്രയാസപ്പെടേണ്ടി വന്നു. ശ്രീ രാജഗോപാൽ കമ്പത്ത്, പ്രേക്ഷകർക്കായ ഒരു അപ്ഡേറ്റ് കൂടി. ചെന്നൈ, ശ്രീപെരുമ്പത്തൂർ, താമ്പരം എന്നിവിടങ്ങളിൽ മൊബൈൽ വൈദ്യുതി ബന്ധങ്ങൾ പൂർണ്ണമായും നഷ്ടമായി എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാനാവുന്നത്. ചെന്നൈയിലെ ചില ഭാഗങ്ങളിൽ, ഒപ്പം തന്നെ ശ്രീപെരുമ്പത്തൂർ, ഒപ്പം താമ്പരം എന്നിവിടങ്ങളിൽ മൊബൈൽ വൈദ്യുതി ബന്ധങ്ങൾ പൂർണ്ണമായും നഷ്ടമാകുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നാണ് പുതിയ അപ്ഡേറ്റ്. രാജഗോപാൽ കമ്പത്ത്, അവിടെ ഇപ്പോൾ പറയാനുള്ളത്, അവിടുത്തെ തീർച്ചയായിട്ടും അവിടെ മറ്റ് ബദൽ സംവിധാനങ്ങൾ അവിടെ ഇപ്പോൾ പ്രവർത്തിപ്പിച്ച് തുടങ്ങണം. ഇപ്പോൾ ഹാം റേഡിയോ പോലുള്ളവയുടെ ഉപയോഗം നമ്മളിപ്പോഴാണ് മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ സാറ്റലൈറ്റ് ഫോണിൻ്റെയും ഇപ്പോൾ മീഡിയ, നമുക്കിപ്പോൾ ഉപഗ്രഹത്തിൽ നിന്നുള്ള നേരത്തെ സംപ്രേഷണം നടത്തുന്ന മീഡിയ തീർച്ചയായിട്ടും വിവരങ്ങൾ അവർക്ക് നേരിട്ട് ലഭിക്കുന്ന ഒരു തരത്തിൽ എത്തിക്കാനായിട്ട് സാധിക്കും. ടെലിവിഷൻ സംപ്രേഷണം ലഭിക്കുന്ന, നേരിട്ട് ഉപഗ്രഹത്തിൽ നിന്നും ലഭിക്കുന്ന ഇടങ്ങളിൽ ഇത് തീർച്ചയായിട്ടും വിവരങ്ങൾ നമുക്ക് എത്തിക്കാനായിട്ട് സാധിക്കും. കേബിൾ ശൃംഖലകളെ തീർച്ചയായിട്ടും ഈ ഒരു പ്രശ്നം ബാധിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നേരിട്ട് കിട്ടുന്ന സ്ഥലങ്ങളെ ആശ്രയിക്കേണ്ടി വരും വിവരങ്ങൾ കൂടുതൽ ലഭിക്കാനായിട്ട് അവിടെ ഉള്ളവർക്ക്. ആഹാരം, അതുപോലെ തന്നെ വൈദ്യസഹായം ഒക്കെ ഈ ദൂരപ്രദേശങ്ങളിലുള്ളവർക്ക് ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട്. കഴിഞ്ഞ തവണ തന്നെ ചില ഹോസ്പിറ്റൽസിലുണ്ടായിരുന്ന സർവ്വ ആളുകളെയും ഇത് ബാധിച്ചു. അനേകം പേർ, ഇപ്പോൾ ICUയിലൊക്കെ ഉണ്ടായിരുന്ന അനേകം പേർ വൈദ്യുതി കിട്ടാതെ മരണമടയുകയാണ് ചെയ്തത്. ഇപ്പോൾ വെന്റിലേറ്ററുകളിലുള്ള ആളുകൾക്ക് വൈദ്യുതി എത്തിക്കാനായിട്ട് സാധിച്ചില്ല. എല്ലാ കാര്യങ്ങളും വൈദ്യുതിയുടെ അടിസ്ഥാനത്തിലാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ വൈദ്യുതി ലഭിക്കാതെയാണ് കഴിഞ്ഞ തവണ ഒരു ഹോസ്പിറ്റലിൽ ICUയിലുണ്ടായിരുന്ന അനേകം പേർ മരണമടഞ്ഞത്. അപ്പോൾ അതിനുവേണ്ടിയുള്ള മുൻകരുതലുകൾ എടുക്കേണ്ട സമയമായി. ഇപ്പോൾ ഇനിയും സാധിക്കാവുന്നതാണ്. കാരണം അടുത്ത കുറച്ച് മണിക്കൂറുകൾ ഇത് പ്രശ്നമുള്ളവയാണ്. ഇപ്പോഴും മുൻകരുതലുകൾ നമുക്ക് തീർച്ചയായിട്ടും എടുക്കാം. ആ ഹോസ്പിറ്റൽസിലൊക്കെ തീർച്ചയായിട്ടും ആവശ്യത്തിന് ഇന്ധനം കരുതി വെച്ചുകൊണ്ട് മറ്റു സ്രോതസ്സുകൾ വഴി വൈദ്യുതി എത്തിക്കാവുന്നതാണ്. അതുപോലെ ഇടപെട്ടോട്ടെ, ഒരു വാർത്ത കൂടി കൊടുക്കാനുണ്ട്. 17 ട്രെയിൻ സർവീസുകൾ ചെന്നൈയിൽ ക്യാൻസലാക്കിയിരിക്കുന്നു എന്നാണ് പുതിയ വാർത്തകൾ. മാംഗ്ലൂർ വെസ്റ്റ് കോസ്റ്റ് എക്സ്പ്രസ്, ആരക്കോണം പാസഞ്ചർ, KSR ബംഗളൂരു എക്സ്പ്രസ്, വിജയവാഡ പിനാകിനി എക്സ്പ്രസ്, തിരുപ്പതി എക്സ്പ്രസ്, കോയമ്പത്തൂർ ഇന്റർസിറ്റി എക്സ്പ്രസ്, ട്രിവാൻഡ്രം എക്സ്പ്രസ്, KSR ബംഗളൂരു ലാൽബാഗ് എക്സ്പ്രസ്, ഗുഡൂർ പാസഞ്ചർ, അതുപോലെ തന്നെ പുരി വീക്കിലി എക്സ്പ്രസ്, തിരുപ്പതി ഗരുഡാദ്രി എക്സ്പ്രസ്, ഹൈദരാബാദ് എക്സ്പ്രസ്, മംഗളൂർ എക്സ്പ്രസ് എന്നിവയാണ് ക്യാൻസൽ ചെയ്തത്. ഒപ്പം തന്നെ CSTM എക്സ്പ്രസ്, മധുരൈ വൈഗൈ എക്സ്പ്രസ്, കരൈക്കുടി പല്ലവൻ എക്സ്പ്രസ്, തിരുച്ചെണ്ടൂർ എക്സ്പ്രസ്, ഇത്തരം 17 ട്രെയിൻ സർവീസുകൾ റദ്ദാക്കിയിരിക്കുന്നു എന്ന പുതിയ ഒരു പ്രേക്ഷകരുമായി പങ്കുവെക്കാനുണ്ട്. ഒപ്പം കാറ്റിന് 150 കിലോമീറ്റർ വേഗമായെന്ന് വ്യോമസേന ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നു. ശ്രീ രാജഗോപാൽ കമ്പത്ത്, വ്യോമസേനയുടെ ട്വീറ്റാണ് വന്നിരിക്കുന്നത്. ഡിസ്ട്രക്റ്റീവാണ് കാറ്റ്, 150 കിലോമീറ്റർ വേഗമായി എന്ന് വ്യോമസേന ഇപ്പോൾ അറിയിച്ചിരിക്കുന്നു. ഇപ്പോൾ ഇൻറ്റൻസ് ട്രോപ്പിക്കൽ സൈക്ലോൺ എന്ന് പറയുന്ന
ഒരു തീവ്രമായ ഒരു സൈക്ലോണാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇപ്പോഴത്തെ ഈ ഒരു സൂചന കിട്ടിയതനുസരിച്ച് 150 കിലോമീറ്ററിനും 160 കിലോമീറ്റർ ആ വേഗതയിലുള്ള കാറ്റടിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ തീവ്രമായ സൈക്ലോൺ, അതായത് ഏറ്റവും ശക്തമായ സൈക്ലോണിൻ്റെ തൊട്ട് താഴെയുള്ള ആ സൈക്ലോണാണ് ഇപ്പോൾ ചെന്നൈയിൽ ഉണ്ടാകാൻ പോകുന്നത്, അല്ലെങ്കിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും ആശങ്കയ്ക്ക് വക നൽകുന്ന ഒന്നാണ്. ഇപ്പോൾ ട്രെയിനുകൾ ക്യാൻസലായി എന്ന് പറയുന്നത് അവിടെ വൈദ്യുതിയെ ആശ്രയിച്ചാണ് ഇവയെല്ലാം മുന്നോട്ട് നീങ്ങുന്നത്. പല കാര്യങ്ങളും, എല്ലാ കാര്യങ്ങളും വൈദ്യുതിയെ ആശ്രയിച്ചാണ് മുന്നോട്ട് നീങ്ങുന്നത്. വൈദ്യുതി ബന്ധങ്ങൾ ഇല്ലാതായി കഴിഞ്ഞാൽ ആ നഗരം നിശ്ചലമാകുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിൻ്റെ സൂചനയാണ് ഇപ്പോൾ വരുന്നത്. കടലോര മേഖലകളിലുള്ളവരെ പൂർണ്ണമായിട്ടും മാറ്റിപ്പാർപ്പിക്കേണ്ടതായിട്ടുണ്ട്. അവിടെ സ്റ്റോം സർജ് എന്ന് പറയുന്ന വളരെ വലിയ തിരകളുണ്ടാകും. ഈ കാറ്റ് മൂലം വളരെ വലിയ തിരയുണ്ടാകും. അത് പ്രതിരോധിക്കാനായിട്ടുള്ള നടപടികളൊന്നും തൽക്കാലം നമ്മുടെ കയ്യിലില്ല. അതുമാത്രമല്ല, തീരദേശ പ്രദേശങ്ങളിലെ ആളുകളുടെ ജീവിത സാഹചര്യങ്ങൾ നമുക്കറിയാം. വളരെ കഷ്ടമാണ് അവരുടെ ജീവിത രീതികൾ. ഇത്തരത്തിലുള്ള പ്രതിഭാസങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരെ വളരെയധികം ബാധിക്കുകയും ചെയ്യും. അവർക്ക് ഒരുപാട് സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുകയും ചെയ്യും. അവരെയാണ് ഇപ്പോൾ മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നത്. അത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് നേരത്തെ തന്നെ മുൻകരുതലുകൾ എടുത്തിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും അതിതീവ്ര പരിധിയിലേക്ക് കാറ്റ് കടന്നിരിക്കുന്നു. രാജീവ്, നമുക്ക് അതാണ് ഏറ്റവും ഇപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. 150 കിലോമീറ്റർ വേഗതയിലേക്ക് എത്തുമ്പോൾ ഇപ്പോൾ തീവ്ര പരിധിയിലാണ് കാറ്റുള്ളത്. ഇനി മുന്നിലുള്ളത് അതിതീവ്ര പരിധി എന്ന ഏറ്റവും സൂപ്പർ സൈക്ലോണിന്റെ ആ ഒരു പരിധി മാത്രമാണ്. ആന്ധ്ര തീരത്തേക്ക് കൂടി ഇപ്പോൾ കാറ്റ് കടന്നിരിക്കുന്ന സാഹചര്യത്തിൽ ഏതൊക്കെ തരത്തിലുള്ള മുൻകരുതലുകളാണ് ആന്ധ്രയിൽ കൂടി എടുത്തിരിക്കുന്നത്? കാരണം നമുക്കറിയാം, നേരത്തെ കാറ്റുണ്ടായപ്പോൾ വിശാഖപട്ടണം വിമാനത്താവളം അടക്കം തകർന്നു പോയ സംഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അതുകൂടി കണക്കിലെടുക്കുമ്പോൾ മനു, വളരെ ശക്തമായ കാറ്റ് നീങ്ങിക്കൊണ്ടിരിക്കുക. ചെന്നൈയിൽ നിന്ന് ആന്ധ്രയെ ലക്ഷ്യമാക്കി നീങ്ങുന്നു എന്നാണ് നമുക്ക് ഇപ്പോൾ പറയേണ്ടി വരുന്നത്. ഒപ്പം തന്നെ 7 ആർമി കോളം ഓൾറെഡി ഇതുമായി ബന്ധപ്പെട്ട് സജ്ജരായിരിക്കുന്നത്. ഒരു ആർമി കോളം കൂടി ഇതിനോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. ദുരന്ത നിവാരണ സേന സജ്ജമായിരിക്കുന്നുണ്ട്. 2 നേവി ഷിപ്പുകൾ ചെന്നൈ തീരത്ത് നങ്കൂരമിട്ടിരിക്കുന്നു. ഒപ്പം തന്നെ കാറ്റ് വളരെ ശക്തമായി ചെന്നൈയിലും ആന്ധ്രയിലുമായി വിന്യസിച്ചിരിക്കുന്നത് 15 ദേശീയ ദുരന്ത നിവാരണ സേനാ ടീമുകളാണ്. ഇവരാണ് ഇപ്പോൾ ഇക്കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. കാറ്റിന് 150 കിലോമീറ്റർ വേഗമായെന്ന് വ്യോമസേന ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഇനി വരും മണിക്കൂറുകൾ വളരെ നിർണായകമാണ്. വാർത്ത വളരെ വർദ്ധിത വീര്യത്തോടെ മുന്നോട്ട് പോകുന്നു. പ്രവചിച്ച പോലെ തന്നെ വളരെ ശക്തമായ രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്ന് തന്നെ നമ്മൾ ഇപ്പോൾ പറയേണ്ടി വരും. മനു, തീർച്ചയായിട്ടും ആന്ധ്ര തീരം, ഒപ്പം തന്നെ തമിഴ്നാട്, പുതുച്ചേരി തീരങ്ങളിലൊക്കെ വലിയ ശക്തമായ രീതിയിൽ വാർത്ത അടിച്ചു കയറുന്നൊരു അവസ്ഥയാണ് ഇപ്പോൾ നിലവിലുണ്ടായിരിക്കുന്നത്. ശ്രീ രാജഗോപാൽ കമ്മത്ത്, ഇത്തരത്തിൽ 150 കിലോമീറ്ററിലേക്ക് കടന്നിരിക്കുന്നു കാറ്റിന്റെ വേഗത. വളരെ വിനാശകാരിയായ ഒരു അവസ്ഥ. എങ്ങനെ പ്രതിരോധിക്കാൻ കഴിയും? ഇതിൽ നിന്ന് രക്ഷ നേടാൻ സാധാരണ ജനങ്ങൾ ഏതൊക്കെ മാർഗങ്ങൾ സ്വീകരിക്കണം? 150 കിലോമീറ്റർ മുകളിലുള്ള ഒരു കാറ്റെന്ന് പറയുന്നത് തീവ്രമായ ഒരു കാറ്റാണ്. കാരണം വളരെ വലിയ സൈക്ലോണുകളുടെ തൊട്ടടുത്ത് നിൽക്കുന്ന തരത്തിലുള്ള തീവ്രതയാണ് ഇപ്പോൾ ഈ സൈക്ലോണുള്ളതെന്നാണ് ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും അത് ചെന്നൈ പോലുള്ള നഗരത്തെ വളരെ കാര്യമായിട്ട് തന്നെ ബാധിക്കുകയും വളരെ വലിയ നഷ്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മുൻകരുതലുകൾ എടുക്കുകയാണ് ഇപ്പോൾ വേണ്ടത്. ആളുകൾ വീട്ടിലുള്ള അല്ലെങ്കിൽ ഉറപ്പുള്ള കെട്ടിടങ്ങളിലുള്ള ആളുകൾ അവിടെ തന്നെ തുടരുകയാണ് വേണ്ടത്. റോഡുകളിലൂടെ സഞ്ചാരം ഒഴിവാക്കണം. അതുപോലെ തന്നെ വൃക്ഷങ്ങളുള്ള സ്ഥലത്തെ നിൽക്കുന്നത് ഒഴിവാക്കണം. ഇലക്ട്രിക് പോസ്റ്റുകളുടെ അടുത്ത് നിൽക്കരുത്. അതുമാത്രമല്ല, മൊബൈൽ ടവറുകൾ വൾണറബിളാണ്. അവിടെയും തീർച്ചയായിട്ടും പ്രശ്നങ്ങളുണ്ട്. അതുപോലെ തന്നെ ലഘുവായ വസ്തുക്കൾ, കമാനങ്ങളൊക്കെ ഉള്ള ഇടങ്ങളിൽ നിന്നും മാറേണ്ടതാണ്. അപ്പോൾ അത്തരത്തിലുള്ള മുൻകരുതലുകൾ നമുക്ക് എടുക്കേണ്ടതാണ്. ഇപ്പോൾ ട്രെയിനുകൾ ക്യാൻസൽ ചെയ്തു. കാരണം വൈദ്യുതിയെ ആശ്രയിച്ചുകൊണ്ടാണ് അവ മുന്നോട്ട് പോകുന്നത്. അത് എത്രത്തോളം സമയത്തേക്ക് അത് വൈദ്യുതി ഉണ്ടാകും എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയില്ല. അതുകൊണ്ട് തന്നെ മറ്റൊരു പ്രധാന പ്രശ്നമുള്ളത്, ഇപ്പോൾ മഴ വലുതായിട്ട് അവിടെ കഴിഞ്ഞ തവണത്തെ പോലെ മഴ ആ രീതിയിൽ ബാധിക്കത്തില്ല എന്നുണ്ടെങ്കിലും, പക്ഷേ ലോ ലയിങ് ഏരിയാസിൽ ഇത് തീർച്ചയായിട്ടും പ്രശ്നങ്ങളുണ്ടാക്കും. ഇപ്പോൾ അടയാർ പോലുള്ള പ്രദേശങ്ങളിലും അതുപോലെ തന്നെ മറ്റ് ലോ ലയിങ് പ്രദേശങ്ങളിലും ഇത് പ്രശ്നമുണ്ടാകും. നേരത്തെ ഉള്ളത് ഡാം തുറന്നു വിട്ടുകൊണ്ടാണ് ആ രീതിയിലുള്ള ഫ്ലഡിങ് ആ ഏരിയാസിലുണ്ടായിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള സംഭവം തീർച്ചയായിട്ടും ഉണ്ടാകാനായിട്ടുള്ള ചാൻസ് ഇല്ല. പക്ഷേ ഇതിൻ്റെ ശക്തി, ഈ ഊർജം റിലീസ് ചെയ്യുന്നതിനുള്ള ശക്തിയിൽ നിന്നാണ് ഇവിടുത്തെ പ്രശ്നങ്ങൾ വന്നത്. വലിയൊരു ആഘാതമാണ് അത്തരത്തിലുള്ള പ്രദേശങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇനി അടുത്ത് കുറച്ച് ഇപ്പോൾ ഒരു ഹൗസിംഗ് കോളനിയിൽ നിന്ന് രക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു പൊതു ട്വീറ്റ് വന്നിട്ടുണ്ട്. മിഥിലാപുരി ഹൗസിംഗ് കോളനിയിലെ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നതായി ട്വീറ്റ് ഇപ്പോൾ ഉണ്ട്. അവിടേക്ക് ആരെങ്കിലും എത്തി തങ്ങളെ രക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ട്വീറ്റ് വന്നിട്ടുള്ളത്. രാജഗോപാൽ കമ്മത്ത്, അവിടുത്തെ വൈദ്യുതി ബന്ധവും മറ്റ് ഇപ്പോൾ മൊബൈൽ വഴി ആയിരിക്കണം അവരിപ്പോൾ
ഇത്തരത്തിലുള്ള മെസ്സേജസ് അയച്ചിട്ടുണ്ടാകുക. അല്ല, തീർച്ചയായിട്ടും അവിടുത്തെ ആളുകൾ ഇതിനു വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഒരുക്കേണ്ടതായിട്ടുണ്ട്. അവരെ അവിടുന്ന് മാറ്റിപ്പാർപ്പിക്കേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടിയുള്ള സംവിധാനങ്ങൾ ഉടൻ തന്നെ ഒരുക്കണം. ഇപ്പോൾ ഒരിടത്തുനിന്ന് ഇപ്പോൾ സാങ്കേതികമായിട്ട് പുരോഗമിച്ച ഒരു സമൂഹമായിരിക്കണം, അതുകൊണ്ടായിരിക്കും ട്വിറ്ററിലൂടെയൊക്കെ അവർ മെസ്സേജ് പാസ് ചെയ്യുന്നത്. അതേസമയം ഇതൊന്നുമില്ലാത്ത വെറും സാധാരണക്കാരുണ്ട്, അവരെ ഇത് തീർച്ചയായിട്ടും ബാധിക്കും. അവർക്ക് അവരുടെ സംഖ്യയൊന്നും നമുക്കറിയില്ല. കഴിഞ്ഞ ഫ്ലഡിൽ എത്രത്തോളം അത്തരത്തിലുള്ള ആളുകളെ ബാധിച്ചു എന്നുള്ളത് നമുക്കറിയില്ല. അവർക്ക് എത്രത്തോളം നാശനഷ്ടമുണ്ടായി എന്നറിയില്ല. അതിൻ്റെ കണക്കുകൾ നമ്മുടെ കയ്യിലില്ല. ഏറ്റവും കൂടുതൽ ബാധിച്ചത് അവരെയാണ്. അവരുടെ വീടുകളിലെല്ലാം കഴിഞ്ഞ തവണ വെള്ളം കയറുകയും അവിടെ എല്ലാം നാശനഷ്ടമുണ്ട്. അവരെ സാമ്പത്തികമായിട്ട് ദശകളോളം പുറകോട്ടടിക്കുകയും ചെയ്തു. അതുപോലെയുള്ള സംഭവങ്ങളാണ് ഇവിടെ ഉണ്ടാകാൻ പോകുന്നത്. എന്നാൽ കൃത്യമായിട്ടും നഗരങ്ങളിലുള്ള ആളുകൾക്ക് വളരെയധികം ഒന്നും നാശനഷ്ടം അനുഭവിക്കേണ്ടതായിട്ട് വരില്ല. പക്ഷേ ഏറ്റവും കൂടുതൽ ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ചേരി പ്രദേശങ്ങളിലും ഇപ്പോൾ കൂവത്തിൻ്റെ ചുറ്റുപാടും, അത് കൂവം നദിയുടെ ഇരുവശങ്ങളിലും ധാരാളം ആളുകളുണ്ട്. അവരെയൊക്കെ ഇത് ഭയങ്കരമായിട്ട് ബാധിക്കും. ചെന്നൈയുടെ സിരയാണ് കൂവം എന്ന് പറയുന്നത്. ആ പ്രധാന സിരയാണ്. ആ സിരയുടെ ചുറ്റുഭാഗത്തുള്ള ആളുകളെ എല്ലാം ഇത് തീർച്ചയായിട്ടും ബാധിക്കും. ഈവൻ ഒരു വർഷം പോലും ആയിട്ടില്ല അവിടുത്തെ ആ പ്രശ്നങ്ങളുണ്ടായിട്ട്. അവരെ എല്ലാം, അവരുടെ സാമ്പത്തിക സ്ഥിതിയെ എല്ലാം ബാധിക്കുന്ന ഒന്നാണ്. അവർക്ക് ചിലപ്പോൾ മറ്റ് നഗരങ്ങളിലെ മറ്റുള്ള ഇടങ്ങളിലുള്ളവർക്കുള്ള പോലുള്ള നിക്ഷേപങ്ങളോ അല്ലെങ്കിൽ സുരക്ഷിത സ്ഥാനങ്ങളോ ഉണ്ടാകില്ല. അവരെ തീർച്ചയായിട്ടും ഇത് ബാധിക്കും. അവരെ സാമ്പത്തികമായിട്ടും ആരോഗ്യപരമായിട്ടും ഒക്കെ തീർച്ചയായിട്ടും ഇത് ബാധിക്കും. ചെന്നൈ തീരത്ത് എത്തി വലിയ മഴയുണ്ടാക്കുന്നു എന്ന് അധികൃതർ IMD ട്വീറ്റ് ചെയ്തിരിക്കുന്നു. 3 മണിക്കൂർ പിടിക്കും ഇതൊന്നും ശാന്തമാകാൻ, അല്ലെങ്കിൽ ഇതിൻ്റെ തീവ്രത കുറയാൻ വേണ്ടി 3 മണിക്കൂർ പിടിക്കുമെന്നാണ് IMDയുടെ ഇപ്പോഴത്തെ പുതിയ ട്വീറ്റ്. രാജഗോപാൽ കമ്പത്ത്, പ്രതീക്ഷ പോലെ തന്നെ ഇപ്പോൾ 2 മണിയോളമായി പ്രതീക്ഷിച്ച പോലെ തന്നെയാണ് ഇപ്പോൾ ചെന്നൈയുടെ തീരപ്രദേശത്തേക്ക് വാർത്ത എത്തിയിരിക്കുന്നത്. അടുത്ത കുറച്ച് മണിക്കൂറുകളിലെടുക്കും ഇതിൻ്റെ ഏത് രീതിയിലുള്ള തീവ്രത വർധനവ്, ഏത് രീതിയിൽ, അല്ലെന്നുണ്ടെങ്കിൽ ഏത് ഭാഗത്തേക്ക്, വടക്കോട്ടാണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്കിപ്പോൾ ഉടനെ അറിയാൻ കഴിയും. ഇതിൻ്റെ വടക്കു ഭാഗത്തേക്കാണ് ഇതിൻ്റെ നീക്കം. ആ നീക്കം തീർച്ചയായിട്ടും ആന്ധ്രാപ്രദേശിലും മറ്റു ഭാഗങ്ങളിലും ഒക്കെ നേരത്തെ ചെന്നൈയിൽ തുടങ്ങി വെച്ച പോലുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ ആന്ധ്രാപ്രദേശിൻ്റെ തീരദേശത്ത് ഉണ്ടായിട്ടുണ്ടാകണം. അവിടെയൊക്കെ നിരീക്ഷണ സംവിധാനങ്ങളുണ്ട്. അവർക്ക് സൈക്ലോൺ വളരെ പരിചയമുള്ളൊരു കാര്യമാണ്. കഴിഞ്ഞ എത്രയോ നൂറ്റാണ്ടുകളായിട്ട് തുടർച്ചയായിട്ട് സൈക്ലോണുകൾ ഉണ്ടാകുന്ന ഒരു പ്രദേശമാണ് ഇപ്പോൾ വിശാഖപട്ടണം പോലെയുള്ള ഇടങ്ങൾ, ഒറീസ പോലെയുള്ള ഇടങ്ങൾ. അവർക്ക് എല്ലാ വർഷവും മഴ കിട്ടുന്നത് ഇത്തരത്തിലുള്ള ശക്തമായ പ്രതിഭാസങ്ങളിലൂടെയാണ്. അപ്പോൾ അത്തരത്തിലുള്ള നാശനഷ്ടങ്ങൾ അവർക്ക് അനുഭവിച്ച പരിചയമുണ്ട്. എന്നാൽ ചെന്നൈ പോലെയുള്ള സ്ഥലത്ത് ഇത് തുടർച്ചയായിട്ടുണ്ടായിട്ടൊന്നും അനുഭവിച്ചവർക്ക് പരിചയങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെയാണ് അവിടെ ഇതിന്റെ ആഘാതം ഏറ്റവും കൂടുതൽ ചെന്നൈയാണ് ബാധിക്കാൻ പോകുന്നതെന്നാണ്. ശ്രീ രാജഗോപാൽ, പലയിടത്തും TV ചാനലുകളുടെ സംപ്രേഷണം നിലച്ചതായാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. DD, പോതികൈ, കലൈഞ്ചർ TV എന്നിവയൊഴിച്ചുള്ള ചാനലുകൾ സംപ്രേഷണം നിലച്ചതായി വിഴുപുരത്ത് നിന്ന് റിപ്പോർട്ടുകൾ ലഭിച്ചിട്ടുണ്ട്. വിഴുപുരം എന്ന സ്ഥലത്ത് നിന്ന് ചില TV ചാനലുകളുടെ സംപ്രേഷണം നിലച്ചതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. ഇല്ല, ഇതെല്ലാം വൈദ്യുതിയും മറ്റ് സംവിധാനങ്ങളും അതുപോലെ തന്നെ കേബിൾ എല്ലാം ചേർന്നിട്ടുള്ള സംവിധാനമാണല്ലോ. അത് തീർച്ചയായിട്ടും വളരെ വൾണറബിളാണ്. വളരെ ലോലമായ സംവിധാനങ്ങളാണ് ഇതെല്ലാം. വൈദ്യുതി എന്ന് പറയുന്നത് വളരെ ലോലം തന്നെയാണ്. കാരണം വളരെ ലോലമായ സംവിധാനത്തിലൂടെയാണ് ഇത്രയും പ്രദേശത്തേക്ക് വൈദ്യുതി എത്തിക്കുന്നത്. അത് ഇത്തരം ഊർജ്ജ റിലീസ് ഉണ്ടാകുന്ന വലിയ പ്രതിഭാസങ്ങൾ മൂലം കുറച്ച് സമയത്തേക്ക് മാത്രമേ നിലനിൽക്കുകയുള്ളൂ. അതിനുവേണ്ടിയുള്ള ബദൽ സംവിധാനങ്ങളാണ് ഇപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത്. ഇപ്പോൾ ജനറേറ്ററുകൾ തുടർച്ചയായിട്ട് ഉപയോഗിക്കുക, അതിനുവേണ്ടിയുള്ള ഇന്ധനം കരുതി വെക്കുക, അതൊക്കെയാണ് വേണ്ടത്. ഇപ്പോൾ ഈ കഴിഞ്ഞ അടുത്ത 3 മണിക്കൂറുകൾ എന്ന് പറയുന്നത് വളരെ നിർണായകമെന്നാണ്. ഇപ്പോൾ IMDയുടെ റിപ്പോർട്ട് അനുസരിച്ച് കേട്ടതനുസരിച്ച് അടുത്ത 3 മണിക്കൂറുകൾ വളരെ നിർണായകമാണ്, പ്രത്യേകിച്ച് ചെന്നൈ പോലുള്ള പ്രദേശത്ത്. അതിനുശേഷം ഇതിൻ്റെ ശക്തി കുറയും എന്നാണ് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് ഈ ബേ ഓഫ് ബംഗാളിന് ചുറ്റുമുള്ള പ്രദേശങ്ങളിലൊക്കെ ബാധിക്കും. ഈവൻ ഒറീസയിലും വെസ്റ്റ് ബംഗാളിൻ്റെ തീരപ്രദേശത്തേക്കൊക്കെ ഇതിൻ്റെ തുടർ ഫലങ്ങളുണ്ടാകും. കാരണം അന്തരീക്ഷം എന്ന് പറയുന്നത് ഒരു കണക്റ്റഡ് ആയിട്ടുള്ള സിസ്റ്റമാണ്. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്ന ഇടങ്ങൾ മറ്റു വായുഭാഗങ്ങളെക്കാൾ താപവും മർദ്ദവും വ്യതിയാനമുള്ളതാണ്. എന്നാൽ പക്ഷേ ഇതിൻ്റെ ഇത് ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശമാണ്, ഈ വായുഭാഗമാണ്. അവിടെ അതുകൊണ്ട് തന്നെയാണ് ഇവിടേക്ക് വളരെ ശക്തമായിട്ടുള്ള കാറ്റിൻ്റെ പ്രവാഹം ഉണ്ടാകുകയും ഇത്തരത്തിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നത്. ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ട്രോപ്പിക്കൽ സൈക്ലോൺസ് വർദ്ധിച്ചു വരുന്നതായിട്ടാണ് കാണുന്നത്. അത് വളരെ കൺസേൺ ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇത് നമുക്ക് നിയന്ത്രിച്ച് നിർത്താനായിട്ട് സാധിക്കും. നമുക്ക് സൈക്ലോണിനെ നിയന്ത്രിക്കാം, അതായത് നിയന്ത്രിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. പക്ഷേ അത് തുടക്കത്തിലാണ് നമുക്ക് സാധിക്കുക. സൈക്ലോൺ തുടങ്ങുന്ന വേളയിൽ, സൈക്ലോൺ ഉണ്ടാകും അല്ലെങ്കിൽ സൈക്ലോൺ രൂപപ്പെടും എന്നുള്ള വേളയിൽ
അതിനെ ഛിന്ന ഭിന്നമാക്കാനായിട്ടുള്ള സംവിധാനങ്ങൾ നമുക്കുണ്ട്. വെതർ ബോംബുകളുണ്ട്. നമുക്ക് ഇന്ത്യയിൽ അത് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയിട്ടില്ല. എന്നാൽ പരീക്ഷണാടിസ്ഥാനത്തിൽ പല ലോകത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ വെതർ ബോംബുകൾ പരീക്ഷിച്ച് വിജയിപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ചൈനയിലെ ഈ വെതർ ബോംബുകൾ പരീക്ഷിച്ച് വിജയിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഡിസ്ട്രക്റ്റീവ് സൈക്ലോൺ വരുന്ന ഇടങ്ങളിൽ തീർച്ചയായിട്ടും വെതർ ബോംബുകൾ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ഒരിക്കലെങ്കിലും പ്രയോഗിച്ച് നോക്കാവുന്നതാണ്. അത് എത്രത്തോളം ബാധിക്കും എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ടതാണ്. പക്ഷേ ആയിരക്കണക്കിന് കോടിയുള്ള നാശനഷ്ടമാണ് ഉണ്ടാകാൻ പോകുന്നത്. കഴിഞ്ഞ സൈക്ലോണിൻ്റെ സമയത്ത്, ഫൈലീൻ്റെ സമയത്ത് ഒക്കെ നമ്മുടെ ഒറീസയിലും ആന്ധ്രാപ്രദേശിലും ഒക്കെ 10,000-കണക്കിന് കോടി രൂപയുടെ നഷ്ടമാണ് ഉണ്ടായത്. അതുപോലെയുള്ള നഷ്ടം തുടർച്ചയായിട്ട് സഹിക്കാനായിട്ടുള്ള ശേഷി ഈ വികസിച്ച് വരുന്ന ഈ രാജ്യത്തിനില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും മറ്റ് ബദൽ സംവിധാനങ്ങൾ, ശാസ്ത്രത്തെയും സാങ്കേതികതയും ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഇതിനെ നിയന്ത്രിക്കാനുള്ള സംവിധാനങ്ങളാണ് വേണ്ടത്. ഇപ്പോൾ ഇനി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം സൈക്ലോൺ വളരെ വലിയൊരു രൂപം കൈവരിച്ചു കഴിഞ്ഞു. അതിനെ നമുക്ക് ഒന്നും ചെയ്യാനായിട്ടുള്ള പറ്റില്ല. മനുഷ്യൻ്റെ ഒരു സാങ്കേതിക വിദ്യയും അതിനെ തടയാനോ നിയന്ത്രിച്ച് നിർത്താനോ യോഗ്യമല്ല. പക്ഷേ തുടക്കത്തിൽ നമുക്കിതിനെ നിയന്ത്രിച്ച് നിർത്താനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും അതിനുവേണ്ടിയുള്ള പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ടാകും, അല്ലെങ്കിൽ ആലോചനയിലുണ്ടാകും. ഇത് IMD-യിലുള്ളവർക്കും മറ്റ് അധികാര സ്ഥാപനങ്ങളിലൊക്കെ ഉള്ളവർക്കൊക്കെ ഇതേക്കുറിച്ചുള്ള അറിവുണ്ടാക്കണം. പക്ഷേ ഒരു പ്രശ്നമുള്ളത്, ആ തീരപ്രദേശങ്ങളിൽ മഴയെത്തുന്നത് ഇത്തരത്തിലുള്ള വലിയ പ്രതിഭാസങ്ങളാണ്. ശ്രീ രാജഗോപാൽ കമ്മത്ത് ഒന്ന് ഇടപെട്ടോട്ടെ. കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ ഒരു പ്രവചനം വന്നിട്ടുണ്ട്. അടുത്ത 4 മണിക്കൂർ കനത്ത മഴയും ശക്തമായ കാറ്റും തുടരുമെന്ന് കാലാവസ്ഥാ കേന്ദ്രം പ്രവചിച്ചിരിക്കുകയാണ്. അതായത് ചെന്നൈയിൽ ഭീഷണമായ രീതിയിൽ തന്നെ മഴയും കാറ്റും ഉണ്ടാകും എന്ന സൂചനയാണ് ഇപ്പോൾ നമുക്ക് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ട്വീറ്റിൽ നിന്ന് ലഭിക്കുന്നത്. ശ്രീ രാജഗോപാൽ കമ്മത്ത്, സാധാരണ സൈക്ലോൺ എന്ന് പറയുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലേക്കാണ് കറങ്ങുന്നത്. ഇപ്പോൾ ഭൂമിയുടെ ഉത്തരാർദ്ധഗോളത്തിൽ ഉണ്ടാകുന്ന സൈക്ലോൺ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും ഭൂമധ്യരേഖയ്ക്ക് അപ്പുറം ദക്ഷിണാർദ്ധഗോളത്തിൽ ഉണ്ടാകുന്ന സൈക്ലോണുകൾ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലുമാണ് കറങ്ങുക. ഇപ്പോൾ ഈ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഇപ്പോൾ കറങ്ങുന്ന ഈ വർധ ചുഴലിക്കാറ്റിൻ്റെ എതിർ ദിശയിലേക്കാണ്. ഇപ്പോൾ അത് നീങ്ങുന്നതിൻ്റെ എതിർ ദിശയിലേക്കാണ് ഇപ്പോൾ കാറ്റ് വരുന്നത്. എന്നാൽ മഴ പെയ്യുന്നതാകട്ടെ അത് നീങ്ങുന്ന ദിശയിലേക്കും ആയിരിക്കും. പക്ഷേ കാറ്റ് മൂലം മഴയുടെ ദിശ മാറുകയും അപ്രവചനീയത അവിടെ വരികയും ചെയ്യും. അതുകൊണ്ട് നമുക്ക് ആ ഒരു പ്രശ്നം തന്നെയാണ്, ആ വായുവിലുണ്ടാകുന്ന ആ രീതിയിലുള്ള ചലനങ്ങൾ തന്നെയാണ് ഇതിൻ്റെ ആഘാതം കൂടുതലായിട്ട് അവിടുത്തെ പ്രദേശങ്ങളിൽ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സൈക്ലോണിനെ നിയന്ത്രിച്ച് നിർത്തുക, നമ്മൾ അവിടെയാണ് അവസാനിപ്പിച്ചത്. അതായത് സൈക്ലോണിനെ നിയന്ത്രിക്കുക എന്നുള്ളതിൻ്റെ ഒരു പരീക്ഷണങ്ങൾ നമുക്ക് നടത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് ബേ ഓഫ് ബംഗാൾ പ്രദേശങ്ങളിൽ. ചെന്നൈയിൽ ഒരു സ്റ്റേഷന്റെ, ശ്രീ രാജഗോപാൽ കമ്മത്ത്, ചെന്നൈയിൽ ഒരു സ്റ്റേഷന്റെ റൂഫ് മേൽക്കൂര മുഴുവനായി പറന്നുപോയി. സ്റ്റേഷൻ തന്നെ പിന്നെ ഒലിച്ച് പോകുന്ന ഒരു ഘട്ടത്തിലേക്കാണ് നിൽക്കുന്നത് എന്ന ഒരു പുതിയ വിവരം കൂടി ലഭിക്കുന്നു. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ലോലമായ സംവിധാനങ്ങൾ അത് വളരെയധികം ശക്തമൊന്നുമല്ലാത്ത രീതിയിൽ ഉറപ്പിച്ചു വച്ചിരിക്കുന്നത്. സാധാരണ മഴയും വെയിലെയും തടയാനായിട്ടുള്ള പ്രതിരോധിക്കാനായിട്ടുള്ള ഒരു സംവിധാനമാണത്. ഇത്തരത്തിലുള്ള വലിയ പ്രതിഭാസങ്ങളെ 150 കിലോമീറ്റർ മുകളിൽ ഉള്ള കാറ്റ് തുടർച്ചയായിട്ട് അടിക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കാനൊന്നുള്ള ശേഷി അത്തരത്തിലുള്ള വസ്തുക്കൾക്കില്ല, അത്തരത്തിലുള്ള ഘടനകൾക്കില്ല. അത് തീർച്ചയായിട്ടും അത്തരത്തിലുള്ള സംഭവങ്ങൾ തുടർച്ചയായിട്ട് ഉണ്ടാകാത്തത് കൊണ്ട് തന്നെയാണ് അവർ ആ മുൻകരുതലുകൾ എടുക്കാത്തത്. പക്ഷേ എല്ലായിടങ്ങളിലും ഇതേപോലുള്ള സംഭവങ്ങൾ ഉണ്ടാകുക, ഒറ്റപ്പെട്ട ഇടങ്ങളിലായിരിക്കും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുക. ആളുകൾ ഇപ്പോൾ മുൻകരുതലുകൾ എടുക്കേണ്ടതാണ്. അത് തന്നെയാണ് ഇപ്പോൾ ഏറ്റവും വേണ്ടത്. ആൾനാശം കുറയ്ക്കുക എന്നുള്ളതാണ് വേണ്ടത്. സാമ്പത്തികമായിട്ട് തീർച്ചയായിട്ടും ഇത് ആ നഗരത്തെ പുറകോട്ടടിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അവിടുത്തെ ആതുര ശുശ്രൂഷ കേന്ദ്രങ്ങളെല്ലാം ഇത് തീർച്ചയായിട്ടും അവരുടെ എത്രത്തോളം എഫിഷ്യൻസി ഉണ്ട് എന്നുള്ളതിൻ്റെ തെളിയിക്കേണ്ട ഒരു സമയമാണിത്. പ്രത്യേകിച്ച് കഴിഞ്ഞ വർഷത്തെ ആ ഫ്ലഡിൽ നിന്നും പാഠം ഉൾക്കൊണ്ടുകൊണ്ട് അവരിപ്പം പൂർണ്ണ സജ്ജരായി കാണും ഇതിൻ്റെ ആഘാതത്തെ നേരിടാൻ എന്നാണ് ഇപ്പോൾ കരുതേണ്ടത്. പ്രത്യേകിച്ച് ഗവൺമെൻറ് സംവിധാനങ്ങളാണ് ഇതിൽ ഏറ്റവും മുൻകരുതലുകൾ എടുക്കേണ്ടത്. അതുമാത്രമല്ല സംവിധാനങ്ങളും ഒരുക്കേണ്ടത്. എല്ലാവർക്കും ഇപ്പോൾ ഈ സമയത്ത് എല്ലാ പ്രൈവറ്റ് ആശുപത്രികളിലും ഇത് ശുശ്രൂഷ തേടി വരുന്നവരെ ഉൾക്കൊള്ളിക്കാനായിട്ടുള്ള സംവിധാനങ്ങൾ ഗവൺമെൻറ് ഇപ്പോൾ ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ തന്നെ തീരദേശ പ്രദേശങ്ങളിലുള്ളവരോ അല്ലെന്നുണ്ടെങ്കിൽ വൾണറബിളായിട്ടുള്ള മേഖലയിൽ താമസിക്കുന്നവരോ പോകുന്ന ഇടങ്ങൾ ഗവൺമെൻറ് ആശുപത്രികളിലായിരിക്കും. എന്നാൽ മറ്റ് ആതുര ശുശ്രൂഷ കേന്ദ്രങ്ങളിൽ നിർദ്ദേശം ഗവൺമെൻറ് തന്നെ കൊടുക്കേണ്ടതാണ്. ആര് വന്നാലും ചികിത്സക്കത്ത രീതിയിലുള്ള ഒരു സംവിധാനം അവിടെ ഇപ്പോൾ ഒഴുക്കേണ്ട സമയമാണിപ്പോൾ. തീർച്ചയായിട്ടും പ്രശ്നങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അടുത്ത 2 മണിക്കൂർ 3 മണിക്കൂറിനുള്ളിൽ തീർച്ചയായിട്ടും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അത് കലാമിറ്റീസ് ഉണ്ടാകും. അവിടെ ആൾനാശമുണ്ടാകട്ടെ എന്ന് നമുക്കിപ്പോൾ ആശിക്കാം. മറ്റ്
നാശനഷ്ടങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകും. നമുക്ക് അത് ഒഴിവാക്കാനായിട്ട് സാധിക്കത്തില്ല. നമുക്ക് അതിൻ്റെ ആഘാതം കുറച്ച് കൊണ്ടുവരാൻ മാത്രമേ തൽക്കാലം സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ഇതിൻ്റെ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഇതിൻ്റെ മുൻകരുതലുകൾ നമുക്ക് ആന്ധ്രാപ്രദേശിലും ഒറീസയിലും ഇപ്പോൾ എടുക്കാവുന്നതാണ്. കാരണം അവിടുത്തെ ആ പ്രദേശത്ത് ഈ കാലഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത്. ആ സമയത്ത് തന്നെയാണ് ഏറ്റവും കൂടുതൽ കലാമിറ്റീസും നേരത്തെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. വെസ്റ്റ് ബംഗാളിലുമൊക്കെ ലക്ഷക്കണക്കിന് ആളുകൾ മരിച്ചുപോയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇത്തരത്തിലുള്ള വലിയ പ്രതിഭാസങ്ങളിൽ. അതുമാത്രമല്ല, ബേ ഓഫ് ബംഗാളിലെ തീരപ്രദേശങ്ങളിലെല്ലാം കഴിഞ്ഞ 100 വർഷത്തെ ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അനേകായിരം ആൾനാശം ഉണ്ടായിട്ടുണ്ട്. അതുമാത്രമല്ല, ആയിരക്കണക്കിന് കോടിയുടെ നാശമാണ്, 10,000കണക്കിന് കോടിയുടെ നാശമാണ് ഇത്തരത്തിലുള്ള ഇവൻ്റ് ഉണ്ടാകുമ്പോൾ ഓരോ പ്രാവശ്യവും ഉണ്ടാകുന്നത്. അത് തീർച്ചയായിട്ടും കൺസേൺ ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് പ്രതിരോധിക്കുക എന്നുള്ളൊരു കാര്യം നമുക്ക് ഈ സമയത്ത് ആലോചിക്കേണ്ടതാണ്. അറ്റ്ലീസ്റ്റ് ഒരു പ്രാവശ്യമെങ്കിലും നമുക്ക് ഒരു സൈക്ലോണിനെ തടഞ്ഞു നിർത്തുക അല്ലെങ്കിൽ ഛിന്ന ഭിന്നമാക്കുക എന്നുള്ളൊരു കാര്യം നമുക്ക് ആലോചിക്കേണ്ടതായിട്ടുണ്ട്. തീർച്ചയായിട്ടും സൈക്ലോൺ കൊണ്ടുവരുന്ന മഴയിലുണ്ടാകുന്ന കുറവ് ആ ഭൂപ്രദേശത്തെ ജനങ്ങളെ തീർച്ചയായിട്ടും ബാധിക്കും. കാരണം ആ പ്രദേശത്ത് ഈ ബേ ബംഗാളിലെ തീരപ്രദേശത്ത് കൂടുതലും കൃഷിയെ ആശ്രയിച്ച് കഴിയുന്ന ജനങ്ങളാണ്. അവരെ ഇത് തീർച്ചയായിട്ടും ബാധിക്കും. അതുമാത്രമല്ല, ജലലഭ്യത കുറവായിരിക്കുന്ന പ്രദേശങ്ങളാണവ. ഇത്തരത്തിലുള്ള ഈ സീസണിലാണ് ഏറ്റവും കൂടുതൽ അവിടെ മഴ ലഭിക്കുകയും അവിടുത്തെ ജലസ്രോതകളെല്ലാം റീചാർജ് ചെയ്യപ്പെടുകയും ചെയ്യുന്നത്. പക്ഷേ സൈക്ലോണിനെ ഛിന്ന ഭിന്നമായി കഴിഞ്ഞാൽ അതേത് രീതിയിൽ ആ ജലസ്രോതസ്സുകളെ ബാധിക്കും എന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുകയാണ്. പക്ഷേ നമുക്ക് ഈ തീവ്രത കുറയ്ക്കാനായിട്ടുള്ള ശ്രമങ്ങൾ തീർച്ചയായിട്ടും ചെയ്യാം. നമുക്ക് സൈക്ലോൺ തുടങ്ങുന്നു എന്നുള്ള ഒരു സൂചന നമുക്കത് കണ്ടുപിടിക്കാനുള്ള മാർഗ്ഗങ്ങളുണ്ട്. വളരെ ശക്തമായ സൂപ്പർ കമ്പ്യൂട്ടറുകൾ IMDയുടെ പക്കലുണ്ട് ഇത് കണ്ടുപിടിക്കാനായിട്ട്. അതുമാത്രമല്ല, റഡാർ സംവിധാനങ്ങളുണ്ട്. നമ്മളിപ്പോൾ കൊച്ചിൻ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ കമത്ത് തുടരുക. ഇപ്പോൾ ശ്രീ അജയ്കുമാർ കൂടി ചേരുന്നു ചെന്നൈയിൽ നിന്നും. ശ്രീ അജയ്കുമാർ, ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണ് അവിടെ? അജയ്കുമാർ, കേൾക്കാമോ? തീർച്ചയായിട്ടും അവിടെ ടെലിഫോൺ ബന്ധം ഏതായാലും വലിയ പ്രശ്നങ്ങളായിരിക്കും. രാജീവ്, ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ചെന്നൈ നഗരം ഒറ്റപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെ പറയാം. കാരണം വാർത്താവിനിമയ ബന്ധങ്ങൾ ഭാഗികമായി തകരാറിലായിരിക്കുന്നു. മൊബൈൽ ടവറുകൾ അടക്കം നിലം പൊത്തിയിരിക്കുന്നു. അടുത്ത 4 മണിക്കൂറുകൾ വളരെ നിർണായകമായ ഒരു അവസ്ഥയിലൂടെ ചെന്നൈ കടന്നു പോകുന്നു. ഇപ്പോൾ കാറ്റിന്റെ ഗതി അടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ ലൈവ് അപ്ഡേറ്റ്സ് എന്താണ്? മനു, വർധ കൊടും ചുഴലിക്കാറ്റ് തമിഴ്നാട് തീരം തൊട്ടിരിക്കുന്നു എന്ന വിവരം തന്നെയാണ് ഏറ്റവും ഒടുവിലായി നമുക്ക് നൽകാനാവുന്നത്. 150 കിലോമീറ്റർ സ്പീഡിൽ, മണിക്കൂറിൽ 150 കിലോമീറ്റർ സ്പീഡിലാണ് ഇപ്പോൾ കാറ്റ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ചെന്നൈയിലും സമീപ പ്രദേശങ്ങളിലും കനത്ത കാറ്റും മഴയുമാണ് ഉള്ളത്. വ്യോമ, റെയിൽ, റോഡ് ഗതാഗതം പൂർണ്ണമായും താളം തെറ്റി എന്ന് പറയേണ്ടി വരും. ചെന്നൈ വിമാനത്താവളം അടച്ചിട്ടിരിക്കുകയാണ്. ചെന്നൈയിൽ ഇറങ്ങേണ്ട വിമാനങ്ങൾ ഇപ്പോൾ മറ്റു വിമാനത്താവളങ്ങളിലേക്ക് തിരിച്ചുവിടുകയാണ്. ജനങ്ങൾ പുറത്തിറങ്ങാതെ വീടിനുള്ളിൽ തന്നെ കഴിയണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചിരിക്കുകയാണ്. സബർബൻ ട്രെയിനുകൾ സർവീസുകൾ നിർത്തിവെച്ചിട്ടുണ്ട്. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറാൻ തുടങ്ങിയിരിക്കുന്നു എന്നതാണ് നമുക്കിപ്പോൾ പറയാനാവുന്നത്. നഗരം അക്ഷരാർത്ഥത്തിൽ സ്തംഭനാവസ്ഥയിലായിരിക്കുകയാണ്. ദേശീയ ദുരന്ത നിവാരണ സേന ചെന്നൈയിലെ രക്ഷിക്കാനുള്ള പദ്ധതികൾ ആലോചിച്ച് തുടങ്ങിയിരിക്കുന്നു, ഇടപെട്ട് തുടങ്ങിയിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വൈകിട്ട് 4 വരെ പുറത്തിറങ്ങരുതെന്ന് തമിഴ്നാട് സർക്കാർ ജനത്തിന് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. 54 ദുരിതാശ്വാസ കേന്ദ്രങ്ങളാണ് ഇതുവരെ തുറന്നിട്ടുള്ളത്. തീരപ്രദേശങ്ങളിലുള്ളവരെ പൂർണ്ണമായും മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. ദേശീയ ദുരന്ത നിവാരണ സേനയുടെ 19 സംഘങ്ങളെ തമിഴ്നാട്ടിലും ആന്ധ്രാപ്രദേശിലുമായി വിന്യസിപ്പിച്ചിട്ടുണ്ട്. ആവശ്യമായ അളവിൽ ഭക്ഷണ സാധനങ്ങളും അവശ്യ വസ്തുക്കളും ശേഖരിച്ചിട്ടുണ്ടെന്ന് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു വ്യക്തമാക്കി എന്ന വിവരവും നമുക്ക് ലഭിക്കുന്നുണ്ട്. അടുത്ത 36 മണിക്കൂറിനുള്ളിൽ കടലിൽ പോകരുതെന്നും മത്സ്യത്തൊഴിലാളികൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും ചെന്നൈയിലെ പലയിടങ്ങളിലും പ്രളയ സമാനമായ സാഹചര്യം എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും സുപ്രധാനമായ കാര്യം. നമുക്കറിയാം, ചെന്നൈ ഒരു പ്രളയത്തിൽ നിന്ന് ഏകദേശം മോചിതരായി വരുന്നതേ ഉള്ളൂ. ഇത് അടുത്ത പ്രളയത്തിലേക്ക് നീങ്ങുന്നു. ഫ്ലഡ് ലൈക്ക് സിറ്റുവേഷൻ ഹിയർ അറ്റ് മൈ പ്ലേസ് എന്ന് കുശാൽ ആർ സഹായ് എന്ന് പറയുന്ന ഒരാൾ ചെന്നൈയിൽ നിന്ന് ട്വീറ്റ് ചെയ്തിരിക്കുന്നു. പല സ്ഥലത്തും ഇത്തരത്തിൽ പ്രളയ സമാനമായ അന്തരീക്ഷമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശ്രീ രാജഗോപാൽ കമ്മത്ത്, വളരെ നിർണായകമായ ഒരു അവസ്ഥ. കാരണം ഒരു പ്രളയത്തിൽ നിന്ന് ചെന്നൈ മുക്തരായി വരുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഇതാ ചുഴലിക്കാറ്റിന്റെ പുറമെ വലിയൊരു വെള്ളപ്പൊക്ക സാധ്യത കൂടി അവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്നു. എങ്ങനെ അതിജീവിക്കാൻ കഴിയും ചെന്നൈ നഗരത്തിന്? വളരെ ആശങ്ക ഉയർത്തുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ ഈ വാർത്ത. വളരെ ആശങ്ക ഉയർത്തുന്നുണ്ട്. കാരണം നേരത്തെ തന്നെ 12 മാസമേ ആയിട്ടുള്ളൂ വളരെ വലിയൊരു സംഭവത്തിൽ നിന്നും ചെന്നൈ മോചിതമായിട്ട്. ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച താഴ്ന്ന പ്രദേശങ്ങളിലാണ് ജലം കൂടുതലായി എത്തിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 10-30 വർഷമായിട്ട് ചെന്നൈ വിമാനത്താവളം വെള്ളത്തിനടിയിലായിരിക്കുന്നു എന്ന സുപ്രധാനമായ ഒരു വിവരം ഇപ്പോൾ നമുക്ക് പ്രേക്ഷകർക്ക് നൽകാനുണ്ട്. ചെന്നൈ വിമാനത്താവളം വെള്ളത്തിനടിയിലായിരിക്കുന്നു എന്ന ഒരു പുതിയ വിവരം ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ശ്രീ രാജഗോപാൽ കമ്മത്ത്.
പുഴ ഒഴുകിയിരുന്ന സ്ഥലത്താണ് വിമാനത്താവളവും അതിന് ചുറ്റുവട്ടമുള്ള കാര്യങ്ങളൊക്കെ പണിത് തീർത്തിരിക്കുന്നത്. അപ്പോൾ അവിടെ വെള്ളം നിറയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇത്തരത്തിലുള്ള ഫ്ലഡിങ് അവിടെ അതിനുള്ള ഒരു വൾണറബിൾ ഏരിയയാണത്. അപ്പോൾ അത്തരത്തിലുള്ള നേരത്തെയുള്ള നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്യാതെ ഉള്ള ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഒരുക്കിയത് തന്നെയാണ് ഇതിൻ്റെ പ്രശ്നങ്ങൾ. അത് ഇത്തരത്തിലുള്ള ഡെവലപ്മെൻറ്റ്, അതായത് ഇത്തരത്തിലുള്ള വികസനം നമ്മൾ ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മുൻകരുതലുകൾ എടുക്കേണ്ടതാണ്. നേരത്തെ തന്നെ സുനാമിയുടെ കാര്യത്തിൽ നമുക്കറിയാം എത്രത്തോളം പ്രശ്നങ്ങൾ നമ്മൾ അനുഭവിച്ചു എന്നുള്ളത്. 2004 സുനാമിയിൽ ചെന്നൈ തീരദേശത്തൊക്കെ എത്രത്തോളം പ്രശ്നങ്ങളുണ്ടായി. അതിനുശേഷം തുടർച്ചയായിട്ട് ഇങ്ങോട്ടുള്ള കലാമിറ്റികളിലെല്ലാം ധാരാളം നാശനഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. എന്നാൽ നമ്മളൊന്നും പഠിച്ചില്ല. കാരണം ലോ ലയിങ് പ്രദേശങ്ങൾ, താഴ്ന്ന പ്രദേശങ്ങളിൽ ജലം ഇത്തരത്തിലുള്ള നല്ല ശക്തമായൊരു മഴ പെയ്തു കഴിഞ്ഞാൽ, ഒരു നല്ലൊരു ക്ലൗഡ് ബേസ്റ്റ് ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ എല്ലാം വെള്ളം നിറയും, അത് ഉപയോഗയോഗ്യമല്ലാതാകും. നമുക്കറിയാം കഴിഞ്ഞ ഫ്ലഡിങ്ങിൻ്റെ സമയത്ത് വിമാനങ്ങൾ ഒഴുകിപ്പോകുന്ന കാഴ്ച നമ്മൾ കണ്ടു. അപ്പോൾ അത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഈ നദിയെ കരയായിട്ട് മാറ്റി അത് ഉപയോഗിക്കുമ്പോൾ അതിനുവേണ്ടിയുള്ള പ്രതിരോധ നടപടികളും കൂടെ നമ്മൾ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. അത് ഒന്നുകിൽ നദിയെ മാറ്റി ഒഴുക്കേണ്ട സംവിധാനങ്ങൾ ഒഴുക്കണം, അല്ലെന്നുണ്ടെങ്കിൽ മറ്റ് ഉയർന്ന പ്രദേശങ്ങളിലേക്ക് ഇത്തരം കാര്യങ്ങൾ മാറ്റി സ്ഥാപിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ ഈ രീതിയിലുള്ള സ്തംഭനാവസ്ഥ ഇനിയും തുടർച്ചയായിട്ടുണ്ടാകും. ഇത്തരത്തിലുള്ള ട്രോപ്പിക്കൽ സൈക്ലോണുകൾ ഇനി വർദ്ധിച്ചു വരികയുള്ളൂ. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ സമുദ്രോപരിതല താപനില ഒരേ രീതിയിൽ തുടരുകയാണ്, അത് താഴോട്ട് പോകുന്നില്ല. അത് താഴോട്ട് പോകേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഈ കാലാവസ്ഥയിൽ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ പരിചയിച്ച് വന്ന ഇപ്പോൾ ഒരുപക്ഷെ നമ്മുടെ PCR കൂടി ശ്രദ്ധയ്ക്ക് ചെന്നൈയിൽ വിമാനത്താവളത്തിൽ വിമാനം മുങ്ങിക്കിടക്കുന്ന ദൃശ്യം ഫോട്ടോ ഇപ്പോൾ ട്വിറ്ററിൽ വന്നിട്ടുണ്ട്. ഒരുപക്ഷെ അത് പ്രേക്ഷകർക്കായി അധികം താമസിയാതെ നമുക്ക് കാണിക്കാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു. വിമാനങ്ങൾ മുങ്ങുന്നു എന്ന ഒരു സംഭവമാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. എന്തായാലും വലിയ ശക്തമായ കാറ്റാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഒരുപക്ഷെ 167 km/h വരെ പോകാനുള്ള സാധ്യത ഇപ്പോൾ പ്രവചിക്കുന്നുണ്ട്. ശ്രീ രാജഗോപാൽ കമ്മത്ത്, ഈ 167 കിലോമീറ്റർ എന്ന് ഇപ്പോൾ കേട്ടപ്പോൾ വളരെയധികം ആശങ്ക ഉണ്ടാക്കുന്ന കാരണമാണ്. കാരണം അത് അതിതീവ്രമായ ഘട്ടത്തിലേക്ക് കടക്കുന്ന ഒരു കാര്യമാണ് എനിക്ക് തോന്നുന്നത്. അതുമാത്രമല്ല, ഈ റിസർവോയറുകളുടെ സ്ഥിതി എന്താണെന്ന് ഇപ്പോൾ അറിയില്ല. റിസർവോയറുകളിൽ എത്രത്തോളം ജലം നിറഞ്ഞിട്ടുണ്ട് എന്ന് അറിയില്ല. കഴിഞ്ഞ പ്രാവശ്യം നമുക്കറിയാം റിസർവോയറുകൾ തുറന്നു വിട്ടതുമൂലമാണ് ആ രീതിയിലുള്ള ഫ്ലഡിങ് ഉണ്ടായതും താഴ്ന്ന പ്രദേശങ്ങൾ വളരെയധികം ജലം നിറഞ്ഞതും. അതിൻ്റെ സൂചനകളുണ്ടോ എന്ന് അറിയില്ല. അതിൻ്റെ സ്ഥിതി എന്താണെന്നും നമുക്കറിയില്ല. എന്തായാലും തീർച്ചയായിട്ടും ഇനിയെങ്കിലും നമുക്ക് മുൻകരുതലുകൾ എടുക്കണം. ഇനിയുള്ള വികസന കാര്യങ്ങളെങ്കിലും ഇത്തരത്തെ കാര്യങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് വേണം ചെയ്യാനായിട്ട്. ഇപ്പോൾ ചെന്നൈ വിമാനത്താവളം നിശ്ചലമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത കുറച്ച് മണിക്കൂറുകളിലേക്ക് അവിടുന്ന് വിമാനങ്ങൾ പറന്നു പൊങ്ങില്ല. മണിക്കൂറുകളല്ല, ചിലപ്പോൾ 24 മണിക്കൂർ എടുക്കും അവിടുന്ന് വിമാനങ്ങൾ പറന്നു പൊങ്ങണമെങ്കിൽ. അവിടുന്ന് ജലം പൂർണ്ണമായിട്ട് ഒഴിവായാൽ മാത്രമേ വിമാനങ്ങൾക്ക് ഉയരാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അത്തരത്തിൽ തന്നെ ഇപ്പോൾ റെയിൽവേയും നിശ്ചലമായി, അതുപോലെ തന്നെ റോഡുകളും നിശ്ചലമായി. റോഡുകളിലും ഇപ്പോൾ ജലം നിറഞ്ഞു തുടങ്ങിയിട്ടുണ്ടാകും. ആ താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് പോകുന്ന റോഡുകളെല്ലാം കഴിഞ്ഞ തവണ തോടുകളും ആറുകളും നദികളും ഒക്കെ ആയി മാറി. അപ്പോൾ കാരണം പണ്ട് നദി ഒഴുകിയിരുന്ന ഇടമായിരുന്നു അത്. അതുകൊണ്ട് തന്നെയാണത് നദി ഒഴുകിയിരുന്ന ഇടങ്ങളിലൂടെ ജലം തീർച്ചയായിട്ടും അത് പോകേണ്ട സ്ഥലത്തേക്ക് ആ രീതിയിൽ തന്നെ ആ ലോ ലയിങ് ഏരിയയിലൂടെ പോകത്തുള്ളൂ. അത് ജലത്തിൻ്റെ ഒരു രീതിയാണത്. അപ്പോൾ അവിടെയാണ് നമ്മൾ വീടുകളും ഫ്ലാറ്റുകളും വളരെ വലിയ ഇൻഡസ്ട്രിയൽ ഹൗസസും ഒക്കെ പണിത് ഉയർത്തിയിരിക്കുന്നത്. അവിടത്തേക്ക് എത്രയോ ആയിരക്കണക്കിന് കോടിയുള്ള നാശനഷ്ടം കഴിഞ്ഞ ആ ഫ്ലഡിങ്ങിൻ്റെ സമയത്തുണ്ടായി. ഇത് തുടർച്ചയായിട്ടൊരു സംഭവം ആന്ധ്രയിലും വിശാഖപട്ടണത്തും. ഒപ്പം തന്നെ ശ്രീ രാജഗോപാൽ കമ്മത്ത്, നുങ്കമ്പാക്കത്ത് രാവിലെ 8:30 ശേഷം 10 സെന്റിമീറ്റർ മഴ പെയ്തതായി ഒരു വിവരമുണ്ട്. ആന്ധ്രാപ്രദേശിൽ കാറ്റിൽപ്പെട്ട് ഒരു ടാങ്കർ ലോറി, ക്രൂഡ് ഓയിൽ കൊണ്ടുപോയിരുന്ന ടാങ്കർ ലോറി മറിഞ്ഞു വീണ ദൃശ്യങ്ങളും വന്നിട്ടുണ്ട്. ഈ നുങ്കമ്പാക്കത്തെ ഈ 10 സെന്റിമീറ്റർ മഴ എത്രത്തോളം വലിയ സൂചകമാണ്? അതൊരു സാധാരണ അത്ര വലിയൊരു തീവ്രമായൊരു സംഭവമല്ല. കാരണം കഴിഞ്ഞ പ്രാവശ്യത്തെ അപേക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ അത്ര തീവ്രമായിട്ടുള്ളൊരു സംഭവമല്ല. കുറച്ച് നാളുകൾ ചേർന്ന് പെയ്യുന്ന മഴയാണ് അന്ന് കുറച്ച് സമയം കൊണ്ട് ചെന്നൈയിൽ പെയ്തത്. പക്ഷേ ഇപ്പോൾ ആ രീതിയിലുള്ള സംഭവം ഉണ്ടാകാനായിട്ട് ചാൻസ് ഇല്ല. ഇപ്പോൾ ഏറ്റവും തീവ്രമാകാൻ പോകുന്നത് മഴയോടൊപ്പമുള്ള ശക്തമായ കാറ്റാണ്. അതാണിപ്പോൾ ഈ സൈക്ലോണിൻ്റെ ഏറ്റവും വലിയ ആഘാതം എന്ന് പറയുന്നത് കാറ്റാണ്. ആ കാറ്റിലാണ്, ഈ അടുത്ത 3 മണിക്കൂറിലുണ്ടാകുന്ന കാറ്റാണ് ഏത് രീതിയിൽ ചെന്നൈ നഗരം അതിനെ പ്രതിരോധിക്കും അല്ലെങ്കിൽ അഭിമുഖീകരിക്കും എന്ന് നമുക്ക് കാണേണ്ടത്. ആ കാറ്റ് ഒഴിവായി പോയി കഴിഞ്ഞാൽ മറ്റു കാര്യങ്ങൾ നമുക്ക്
കൈപ്പിടിയിൽ ഒതുക്കാവുന്നതാണ്. പക്ഷെ കാറ്റാണ്, ആ തീവ്രമായ ഊർജ റിലീസാണ് നമുക്ക് ഇപ്പോൾ അപ്രവചനീയമായിരിക്കുന്നത്. അത് തന്നെയാണ് നമുക്ക് ആശങ്കയുണ്ടാക്കുന്നത്. ഇതിൻ്റെ തുടക്കങ്ങൾ ഇപ്പോൾ ആന്ധ്രയുടെ ഭാഗങ്ങളിലും ചെന്നൈയുടെ ഉൾപ്രദേശങ്ങളിലും തമിഴ്നാടിൻ്റെ ഉൾപ്രദേശങ്ങളിലൊക്കെ അനുഭവിച്ച് തുടങ്ങിയിട്ടുണ്ടാകും. അവിടെ ഏത് രീതിയിൽ ഏത് ഭാഗത്തേക്കാണ് ഈ ചുഴലിക്കാറ്റ് നീങ്ങുന്നത് എന്ന് നമുക്ക് വളരെ പതിയെയാണ് ഇത് നീങ്ങുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവിടെ ആ തീവ്രത ഒരു നിശ്ചിത പ്രദേശത്ത് കേന്ദ്രീകരിക്കുകയും അവിടെ വളരെ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നത്. ഇത് നമ്മൾ പാഠങ്ങൾ പഠിച്ചുകൊണ്ട് നമുക്ക് നേരത്തെ സൂചിപ്പിച്ച പോലുള്ള ചെറിയ പ്രതിരോധ മാർഗങ്ങൾ നമുക്ക് എടുക്കാവുന്നതാണ്. അത് യാതൊരു കുറ്റവും നമുക്ക് പറയാനാവില്ല. കാരണം ഇതിനെ ഒഴിവാക്കാൻ, അതായത് സൈക്ലോണിനെ ഒഴിവാക്കാനുള്ള കാര്യങ്ങൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാവുന്നതാണ്. അത് സൈക്ലോണിൻ്റെ തുടക്കത്തിൽ അതിനെ ശിഥിലീകരിച്ച് കളയാനുള്ള കാര്യങ്ങളുണ്ട്. വെതർ ബോംബുകളാണവ. വെതർ ബോംബുകൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. ചെറു സൈക്ലോണുകളെ നിയന്ത്രിച്ച് നിർത്താൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് ഒന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. അതിന് IMD ഇപ്പോൾ ഈ സമയത്ത് ഈ കാലയളവിൽ തയ്യാറെടുക്കണം. അടുത്ത സൈക്ലോൺ സീസണിലെങ്കിലും അത്തരത്തിലുള്ള ഒരു പരീക്ഷണത്തിന് IMD തയ്യാറെടുക്കേണ്ടതുണ്ട്. കാരണം ബേ ഓഫ് ബംഗാൾ എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ സൈക്ലോൺ ബാധിക്കുന്ന ഇടമാണ് ബേ ഓഫ് ബംഗാൾ. ചെന്നൈയിലെ വാർത്താ വിതരണ ശൃംഖലയും ഒപ്പം തന്നെ മറ്റു ഗതാഗത മാർഗങ്ങളൊക്കെ തന്നെ സ്തംഭനാവസ്ഥയിലാണെന്ന് നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. വെള്ളം കയറി റെയിൽപാളങ്ങൾ തകർന്നതായുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വരുന്നത്. വലിയ സംഭവവികാസങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. തമിഴ്നാട് സർക്കാർ മൊബൈൽ ഇപ്പോൾ ലഭ്യമായ അവസരങ്ങളിൽ മൊബൈൽ ചാർജ് ചെയ്ത് വെക്കാനും വീടുകളിൽ നിന്ന് ദുരിതാശ്വാസ കേന്ദ്രങ്ങളിലേക്ക് പോകാനും ഒക്കെ തന്നെയുള്ള നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കാറുകൾ അതുപോലെ തന്നെ സ്കൂട്ടറുകൾ ഇവയൊക്കെ ഒഴിവാക്കി വേണം എങ്ങോട്ടെങ്കിലും നീങ്ങാൻ എന്നാണ് ഇപ്പോൾ തമിഴ്നാട് സർക്കാർ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ശ്രീ രാജഗോപാൽ കമ്പത്ത്.